ഈ വന്ദേ മാതരം മുഴുവൻ ആലപിക്കണമെന്നുള്ളൊരു ഉത്തരവ് വരുന്നു. അതുപോലെ തന്നെ സവർക്കറിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ചോദ്യം വരുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ RSS അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാരിന് കീഴിലുള്ള പല സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത് UDF ചർച്ചയാകുന്നുണ്ടോ? RSPയും UDFനും ആ കാര്യത്തിൽ ഒറ്റ അഭിപ്രായം തന്നെയാണ്. ഇത്രയും ആർജവത്തോടുകൂടി നടപടി സ്വീകരിച്ചൊരു ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ശക്തമായി മുഖ്യമന്ത്രി ഇന്നലെയും പറഞ്ഞല്ലോ, ചീഫ് സെക്രട്ടറി സർക്കുലർ അയച്ചു. കേന്ദ്രത്തിൽ നിന്ന് സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ ഒഫീഷ്യൽ ഫോർമാറ്റ് അനുസരിച്ച് പാടേണ്ടതില്ല, ആ ഒഴിവാക്കപ്പെട്ട സ്റ്റാൻസസ് പാടേണ്ടതില്ല എന്നത് തന്നെയാണ് ഖണ്ഡിതമായിട്ടുള്ള UDFിൻ്റെ അഭിപ്രായം. ഒന്ന്, പിന്നെ സവർക്കറുമായി ബന്ധപ്പെട്ട് ക്വിസിൽ ചോദ്യം ചോദിച്ച തയ്യാറാക്കിയ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു, അന്വേഷണം നടത്തുന്നു. അതുപോലെ തന്നെ മതപരമായ നിലയിൽ പ്രകോപനാത്മകമായിട്ടുള്ള പ്രസ്താവന നടത്തിയ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് 10 വർഷം പിണറായി വിജയൻ കേരളം ഭരിച്ചില്ലേ? എന്തെല്ലാം പ്രകോപനാത്മകമായിട്ടുള്ള പ്രസ്താവനകളാണ് ഹിന്ദു ഐക്യവേദി അല്ലെങ്കിൽ ആ ഒരു പിന്നെ അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ഇങ്ങനെ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ നിലയിൽ ആരെയെങ്കിലും? അപ്പോൾ ഇത്രയും മതേതര സ്വഭാവത്തോടെ വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിനെ അത് BJPയുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു, സംഘ്പരിവാറിൻ്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു വില കുറഞ്ഞ പ്രചരണമാണ്. ശക്തമായ നിലപാടല്ലേ? ഒരു സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അദ്ദേഹം പ്രകോപനാത്മകമായിട്ടുള്ള പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. സവർക്കറുടെ പേരിലുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തുന്നു. ഈ കാര്യത്തിൽ UDF ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ നിലപാട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് പാടേണ്ടതില്ല എന്നാണ് നിലപാട് എന്ന് കൃത്യമായി പറഞ്ഞു. സംഭവം ഉണ്ടായതിനു ശേഷമല്ലേ നടപടി? ഒരു ഉദ്യോഗസ്ഥൻ ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ സവർക്കറുടെ ചോദ്യം തയ്യാറാക്കുമെന്ന് എങ്ങനെയാണ് ഗവൺമെൻറ് മുൻകൂട്ടി അറിയുക? എങ്ങനെയാണ് ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ ഒരു ചോദ്യപേപ്പർ ഈ ഉദ്യോഗസ്ഥൻ തയ്യാറാക്കാൻ പോകുന്നു എന്ന് എങ്ങനെയാണ് അറിയുന്നത്? അതുപോലെ തന്നെ മോഹൻദാസ്, ഈ പറയുന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം പറഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിനെതിരായ FIR ഇട്ടു. പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ പ്രൊസീജിയർ അനുസരിച്ച് മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികളിലെല്ലാം കോടതിയുടെ സാധൂകരണം ലഭിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള പല നടപടികൾക്കും കോടതിയുടെ സാധൂകരണം ലഭിച്ചു. നേരത്തെ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ, അഡീഷണൽ DGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ KSUവിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടായല്ലോ. സമയത്ത് നടപടി സ്വീകരിക്കുന്നില്ല ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട്. പക്ഷേ പ്രൊസീജിയർ കംപ്ലൈ ചെയ്ത് നടപടി സ്വീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനെ എല്ലാത്തിനെയും റാറ്റിഫൈ ചെയ്തു. അതുപോലെ ഈ മോഹൻദാസിനെ സുപ്രഭാതത്തിൽ പോയി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിന് FIR ഇട്ടു, ഇൻവെസ്റ്റിഗേഷൻ നടത്തി, അതിൻ്റെ വിശദമായിട്ടുള്ള നിയമവശങ്ങൾ പരിശോധിച്ചു, കൃത്യമായി അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഓരോ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ ഇതിന് ശാശ്വതമായ ഗുണം കിട്ടൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ജാമ്യം കിട്ടി പുറത്തു വരാൻ കഴിയും. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും അവർക്ക് ജാമ്യം കിട്ടാതിരിക്കുന്നതിൻ്റെ കാര്യം. അതുകൊണ്ട് മുൻകൂട്ടി ഇതൊന്നും ഒരിക്കലും അറിയാൻ കഴിയില്ല. പിന്നെ ദേശഭക്തി ഗാനം അല്ലെങ്കിൽ ദേശീയ ഗാനം എന്ന പേരിൽ, നാഷണൽ സോങ് എന്ന പേരിൽ നമ്മുടെ വിയോജിപ്പ് വളരെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ആ വിയോജിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗികമായ ചടങ്ങുകളിൽ പോലും ഇത് തന്നെയായിരിക്കും ഗവൺമെൻറ് നിലപാട്. ഇത് നിയമപരമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിലേക്ക് പോകും, ഒരു സംശയം വേണ്ട ഈ കാര്യം. നമ്മൾ ആ നിയമം ലംഘിക്കുകയാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നിയമലംഘന സമരമല്ലേ? തീർച്ചയായിട്ടും എടുക്കും, UDF സർക്കാർ എടുക്കും. അതാണ് ഞാൻ അതാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി UDF കൃത്യമായ നിലപാട് പറഞ്ഞല്ലോ ആ കാര്യത്തെ സംബന്ധിച്ച്.